ഹായ് ഫ്രണ്ട്സ്, കാർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ടെർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളിന്നിവിടെ ഈ ഒരു വാഹനത്തെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ടെർബോ പെട്രോൾ എഞ്ചിൻ മോഡലാണ്. ഈ ഒരു വാഹനം നിലവിൽ ലോഞ്ച് ആയത് 2023 ഏപ്രിലാണെങ്കിലും ഈ വാഹനം നിലവിൽ നമ്മുടെ നിരത്തുകളിൽ നിറസാന്നിധ്യമായി മാറിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് കരുത്ത് പകരുന്നത് മാരുതിയുടെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബോൾഡ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈനോട് കൂടിയിട്ടുള്ള ഒരു ബോണറ്റ് ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ക്രോമിയം ആക്സൻറ്റോട് കൂടിയുള്ള സുസുക്കിയുടെ ഒരു ലോഗോയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പും കമ്പനി ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി വാഹനത്തിന് ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ LED DRLസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള DRLs ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ആ DRLസിനുള്ളിലായി തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേഷൻസും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ LED മൾട്ടി റിഫ്ലക്റ്റഡ് ഹെഡ്ലാമ്പ്സ് എന്നാണ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ പേര്. വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ കാഴ്ചയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. മാരുതി ഫ്രോങ്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 190 mm ആണ്. അപ്രോക്സിമേറ്റ്ലി 7.5 inches ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ വളരെ അനായാസമായി ഈ ഒരു വാഹനം നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബലീനോയുടേതായിട്ടുള്ള ചെറിയൊരു രൂപസാദൃശ്യം തോന്നുന്നുണ്ട്. ഗ്ലാസ് ഏരിയയോടും ആ റൂഫ് റെയിൽ ഭാഗങ്ങളോടൊക്കെ ചേർന്നായിട്ട് നമുക്കൊരു ബലീനോയുടെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വാഹനത്തിന് ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സും അതുപോലെ തന്നെ വീൽ ആർച്ചിന് മുകളിലായ ഒരു കട്ടിയുള്ളൊരു ക്ലാഡിങ്ങും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 16 inch അലോയ് വീൽസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു അലോയ്സിൽ കാണാൻ സാധിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ റിയർ ഭാഗം നോക്കുകയാണെങ്കിൽ വൈപ്പറുണ്ട്, അതുപോലെ തന്നെ റിയർ ഡിഫോഗർ, സ്റ്റോപ്പ് ലാമ്പ്, ആ സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റോട് ചേർന്ന് തന്നെ വൈപ്പർ വാഷറിൻ്റെ ഒരു പോയിൻ്റ് നമുക്കതിനോട് ചേർന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിൽ ഈ വാഹനം സ്മാർട്ട് ഹൈബ്രിഡ് ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതൊരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിനകത്തായിട്ട് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ കണക്റ്റഡ് ടെയിൽ ലാംപ്സിന് മുകളിലായിട്ട്
സുസുക്കിയുടെ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ലെഫ്റ്റ് ടെയിൽ ലാമ്പിന് തൊട്ട് താഴെയായി വാഹനത്തിൻ്റെ പേര് ഫ്രോങ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 308 ലിറ്ററാണ്. അതല്ലാതെ നമുക്ക് ബാക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്ത് മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ TFT ഡിസ്പ്ലേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ബർഗണ്ടി ഷെയ്ഡ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്ചറൊക്കെയാണ് ഡാഷ്ബോർഡിലും സീറ്റ് കവേഴ്സിൻ്റെ ടെക്സ്ചറിലും എല്ലാം ആ ഒരു പാറ്റേണാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടച്ച് സ്ക്രീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമുക്കതിൽ ഫ്യൂവൽ എക്കോണമി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, FM അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് പെയറിങ് ചെയ്ത ഡിവൈസസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്ന AC കൺട്രോൾ യൂണിറ്റൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന AC കൺട്രോൾ യൂണിറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പ്രീമിയം. അതുപോലെ ഈ ഒരു വാഹനത്തിൽ 5 സീറ്റ് കപ്പാസിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ 5 സീറ്റ്സിനും ഹെഡ് റെസ്റ്റും നമുക്കിവിടെ വിസിബിളാണ്. അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ പാറ്റേൺ ആയിക്കോട്ടെ വളരെ പ്രീമിയം രീതിയിലുള്ള പാറ്റേൺസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഡ്രൈവർ സൈഡിൽ നമുക്കൊരു ആംറെസ്റ്റും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് ഹാൻഡ് ബ്രേക്ക്. അതുപോലെ AC വെൻറ്റുകളായിക്കോട്ടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തീമിലാണ് AC വെൻറ്റുകളുടെയൊക്കെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്കൊരു ഫോൾഡബിൾ ആയിട്ടുള്ളൊരു മിറർസ് കാണാൻ സാധിക്കും. അതിൽ തന്നെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ക്യാമറയും ഉണ്ട്. അതുപോലെ ഓട്ടോ ഡിമ്മിങ് ഉള്ള റിയർ വ്യൂ മിറേഴ്സാണ് ഈ വാഹനത്തിലുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സ്വിച്ചുകൾ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ അങ്ങനെയുള്ള കുറച്ച് സ്വിച്ചേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്ററൊക്കെ നമുക്ക് കാണാം. ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരിക്കാവുന്നൊരു സീറ്റും അതുപോലെ തന്നെ റിയർ AC വെൻറ്റുകളും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സ്പെക്കിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ടെർബോ 5 സ്പീഡ് മാനുവൽ 1 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 98 bhp to 99 bhp അറ്റ് 5500 RPM ആൻഡ് 147.6 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് അറ്റ് 2000 to 4500 RPM ആണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹന സംബന്ധമായിട്ടുള്ള ബുക്കിങ്ങിനോ എൻക്വയറിക്കോ ടെസ്റ്റ് ഡ്രൈവിനോ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ കമ്പനി എക്സിക്യൂട്ടീവിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ ഒരു വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ടെർബോയുടെ റിവ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.